പക്ഷേ ഇന്ന് രാവിലെ പുറത്തു വന്ന മറ്റൊരു വിവരമുണ്ട്. PMശ്രീ പദ്ധതിയിൽ MOU ഒപ്പിടാൻ സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നുള്ള വിവരം. 2024 മാർച്ചിൽ വിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്രത്തിന് കത്തയക്കുകയായിരുന്നു. കത്തിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിക്കുകയും ചെയ്തു. TS ഹരികൃഷ്ണയുണ്ട് എനിക്കൊപ്പം. ഹരി, അതായത് ഇപ്പോൾ നമ്മൾ കേട്ടത് CPM ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണമാണ്. മുൻപേ തന്നെ സംസ്ഥാനം സ്വീകരിച്ച നിലപാട് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. 2024 ഇത് കുറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. പിന്നീട് എപ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നത് സംസ്ഥാനത്തിന്? നേരത്തെ തന്നെ ഈ PMശ്രീ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ CPIയുടെ അതൃപ്തി ഉള്ളത് കൊണ്ടാണ് അത് മുന്നോട്ട് പോകാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകർ കാണുന്ന കത്ത് എന്ന് പറയുന്നത് അത് നേരത്തെ 2024 മാർച്ച് മാസത്തിൽ അയച്ച കത്താണ്. അപ്പോൾ അതിൽ തന്നെ ഇത് കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴും ഈ നിലനിൽക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് CPIയെ തൃപ്തിപ്പെടുത്താൻ പറ്റിയിട്ടില്ല, അവരുടെ പരിഭവങ്ങൾ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യം മുതലേ അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ഈ PMശ്രീ പദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പാക്കുകയാണെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം അതനുസരിക്കേണ്ടി വരും, പ്രധാനമന്ത്രിയുടെ പേര് ചേർക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് CPI ആവർത്തിച്ച് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിലൊരു സംശയം, സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് ഇത് നടപ്പാക്കുമെന്ന് പറയുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ നയമൊന്നും കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് കൂടി പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഇത് എങ്ങനെ പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അതായത് ഇവിടെ ഇപ്പോൾ CPI ഉന്നയിക്കുന്ന വിമർശനം എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ തിട്ടൂരം അടിച്ചേൽപ്പിക്കുന്നു, അതിനെ അനുവദിക്കില്ല ഞങ്ങൾ എന്നുള്ളതാണ്. അതാണ് നിലപാട്. ഇടത് നയത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ട കുറച്ച് ലക്ഷ്യങ്ങൾ കണ്ടിട്ടെന്നാണ് ഇന്നലെ CPIയുടെ പ്രതികരണം ഉണ്ടാവുന്നത്. അതെ, ഇതിപ്പോ കുട്ടികൾക്ക് അവകാശപ്പെട്ട പണം എന്തുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക. പക്ഷെ അത് മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും ഈ വെല്ലുവിളി ഇതാണ്, കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല, പക്ഷേ ഈ PMശ്രീയിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഈ PMശ്രീയെ പറ്റി കൂടി നമുക്ക് പറഞ്ഞു പോകാൻ തോന്നുന്നു. ഒരു പക്ഷേ പ്രേക്ഷകർക്കൊക്കെ സംശയം ഉണ്ടാകും, എന്താണ് ഈ PMശ്രീ എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. PMശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന്റെ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നു? ഈ പണം എന്നതിനപ്പുറത്തേക്ക് അതിന്റെ അത് ഓരോ BRCക്ക് കീഴിൽ 2 സ്കൂളുകളെ തിരഞ്ഞെടുക്കും. അതിലൊരു സെക്കൻഡറി സ്കൂൾ ഉണ്ടാവും, ഒരു പ്രൈമറി സ്കൂൾ, അങ്ങനെ തിരഞ്ഞെടുക്കും. അതിനുശേഷം അത് കൃത്യമായ മാനദണ്ഡങ്ങളോട് കൂടിയേ തിരഞ്ഞെടുക്കാൻ പറ്റൂ. അത് തിരഞ്ഞെടുത്തിട്ട് കേന്ദ്ര പദ്ധതിയിൽ ഓരോ പദ്ധതികൾ ഉൾപ്പെടുത്തി ഇത്ര തുക, ഒരു 85 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ കിട്ടുന്ന വിവിധ പദ്ധതികളിൽ നിന്ന് ഈ സ്കൂളുകൾക്ക് കിട്ടുന്നതാണ്. പക്ഷേ അങ്ങനെ ആ പദ്ധതിയിൽ അംഗമായി അത് ചേർന്ന് നടപ്പായി സെലക്ട് ചെയ്ത സ്കൂളുകളൊക്കെ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ കേന്ദ്രം പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടി വരും. അതായത് PK അബ്ദുറബിന്റെ മുൻപ് അദ്ദേഹം PMശ്രീ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനെ ഷെയർ ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പോസ്റ്റൊക്കെ ഇപ്പോൾ വീണ്ടും വൈറലാവുന്നുണ്ട്. എന്തുകൊണ്ട് കുട്ടികൾക്ക് കിട്ടുന്ന പണം എന്തിന് നിങ്ങൾ തടവായി നിൽക്കുന്നു എന്നുള്ള ചോദ്യം നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനിപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി സമ്മതിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് പറഞ്ഞത് CPI നിലപാടേറ്റ് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾ CPIക്കൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. പ്രമേഷ് കുമാർ കൂടി നമുക്കൊപ്പമുണ്ട്. പ്രമേഷായിട്ട് എവിടെ പ്രശ്നമായി വരുന്ന നയമാണ് CPI പ്രധാനമായും പറയുന്നത്. പൈസയ്ക്ക് വേണ്ടി നയം ഇടതു നയത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ടതില്ല. ഈ തീരുമാനം എടുത്തതൊക്കെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളുമാണ്. അപ്പോൾ ഈ PMശ്രീ ഏതെങ്കിലും തരത്തിൽ സ്കൂളുകൾ നടപ്പിലാക്കുകയാണെങ്കിൽ CPMന്റെ ഇടതുപക്ഷത്തിന്റെ നയത്തിൽ വ്യതിയാനം ഉണ്ടാകും. അങ്ങനൊരു ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുക തന്നെയായിരിക്കും അതിന് ഉദ്ദേശം. അല്ല, ഇന്നിപ്പോൾ CPMന്റെ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി പറഞ്ഞിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ല എന്ന് പറയുകയും അതേസമയം തന്നെ CPIയോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യുകയും എന്ന് പറയുകയുണ്ടായി. പ്രായോഗികമായി ഇതെങ്ങനെ പരിഹരിക്കും എന്നത് ഉറപ്പില്ല. പക്ഷേ ഒരു ആശയപരമായി ശരിക്കും ഈ പദ്ധതിയെ അവർ എതിർക്കുകയാണ്. പദ്ധതിയല്ല എതിർക്കുന്നത്, ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ 2020 പിന്നെ തുടർന്നുള്ള 2025 ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ചില വ്യവസ്ഥകൾ, പൂർണ്ണമായല്ല. കാര്യം ദേശീയ വിദ്യാഭ്യാസ നയം അതിനകത്ത് ധാരാളം നല്ല കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഓരോ വിദ്യാഭ്യാസ നയവും വരുന്നത് വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് വരുന്നത്. പക്ഷേ അതിനകത്ത് ഈ പാഠ്യപദ്ധതി പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് BJP സർക്കാരിന് ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്നും അതിനെ കാവ്യവൽക്കരണം എന്ന പേരിലാണ് ഇവർ വിളിക്കുന്നത്. അങ്ങനെയുള്ള അത്തരം വിഷയങ്ങളെയാണ് അവർ കൂടുതലായി എതിർക്കുന്നത്. പിന്നെ പ്രായോഗികമായ ചില ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെയും ചില നിർദ്ദേശങ്ങളെയും അവർ എതിർക്കുന്നുണ്ട്. എന്നും കേരളത്തിൽ ഇത്തരം പാഠ്യപദ്ധതി പരിഷ്കാരം ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. എൻ്റെ ഓർമ്മയിൽ 93-94 കാലത്ത് DPEP എന്ന പേരിൽ ജില്ലാ പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന പേരിൽ കേന്ദ്ര സർക്കാർ, അന്ന് ലോക ബാങ്കിൻ്റെ പദ്ധതിയാണ്, സഹായത്തോടു കൂടി നടപ്പാക്കുന്ന പദ്ധതിയായിരുന്നു. അന്നത് കേരളത്തിൽ വലിയ എതിർപ്പായിരുന്നു. കാരണം ഈ ലോക ബാങ്കിൻ്റെ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ ഇടത് സംഘടനകളൊക്കെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷെ അന്ന് LDF സർക്കാരായിരുന്നു കേരളം ഭരിച്ചിരുന്നത്. അല്ല, നടപ്പാക്കുമ്പോൾ ആദ്യം UDF സർക്കാരായിരുന്നു. അന്ന് ET മുഹമ്മദ് ബഷീറായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അവരാണ് നടപ്പാക്കാൻ തീരുമാനമെടുത്തത്. പക്ഷേ അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ അതിനൊരു പദ്ധതിയായി നടപ്പാക്കുമ്പോൾ കേരളത്തിൽ പാഠ്യപദ്ധതി പരിഷ്കാരം ഉൾപ്പെടെ
അതായത് സിലബസ് അടക്കം മാറ്റിക്കൊണ്ട് ഒരു അധ്യാപക കേന്ദ്രീകൃത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നും ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി കേന്ദ്രീകൃത വിദ്യാഭ്യാസ സമ്പ്രദായമായി DPP നടപ്പാക്കുമെന്ന് വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. കേരളത്തിൽ DPP കുറിച്ചിട്ടൊക്കെയുള്ള ലോകബാങ്ക് പദ്ധതി ഇടത് സർക്കാർ നടപ്പാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരു തീവ്ര ഇടതുപക്ഷ സംഘടനകളൊക്കെ തന്നെ അന്ന് ഈ സർക്കാരിനെതിരെ സമരം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നെ സമഗ്ര ശിക്ഷ അഭിയാൻ എന്നുള്ള പദ്ധതി വന്നു. 2002 ആ പദ്ധതി ആരംഭിച്ചു. അങ്ങനെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ വിദ്യാഭ്യാസ രംഗത്തുണ്ട്. അത് DPP കാലത്തല്ല, അതിന് മുമ്പും ഉണ്ട്. ഇവിടെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ PM ശ്രീ സ്കൂൾ വരുന്നത്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, PM ശ്രീ സ്കൂൾ എന്നത് എല്ലാ സ്കൂളുകൾക്കും വേണ്ട ഒരു പദ്ധതിയല്ല. ഇപ്പോൾ രാജ്യത്ത് തന്നെ 14,500 സർക്കാർ സ്കൂളുകളെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. ഏതാണ്ട് 10 ലക്ഷത്തോളം സ്കൂളുകളുണ്ട്. അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 14,500 സ്കൂളുകളിലാണ് നടപ്പാക്കുന്നത്. കേരളത്തിലാകട്ടെ 12,644 സർക്കാർ സ്കൂളുകളുണ്ട്. അതിൽ 251 സ്കൂളുകളാണ്, അതായത് ഒരു ബ്ലോക്കിൽ ഒരു സ്കൂള്, രണ്ട് സ്കൂൾ. അതെ, രണ്ട് സ്കൂളുകൾ, അതായത് ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ എന്ന അർത്ഥത്തിൽ അങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആ 2 സ്കൂളിന് 5 വർഷത്തേക്കുള്ള പദ്ധതി വിഹിതത്തിൽ 60% കേന്ദ്രവും 40% സംസ്ഥാനവും വിനിയോഗിക്കണം. സ്കൂളുകൾ സ്വാഭാവികമായിട്ടും ഈ കേന്ദ്ര സിലബസ് നടപ്പാക്കേണ്ടി വരും. ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കുന്ന കേരള പാഠ്യപദ്ധതി ആയിരിക്കില്ല, കേന്ദ്ര സിലബസിലേക്ക് മാറേണ്ടി വരും. 5 വർഷത്തിന്റെ സ്കൂളിലെ നടത്തിപ്പ് ഇൻഎഫക്റ്റീവ്, അത് കേന്ദ്ര സർക്കാർ. പാഠ്യപദ്ധതിയിൽ ഉണ്ടാകുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ ഈ PM ശ്രീ പദ്ധതിയിലൂടെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. അതാ ഇവിടെ രാഷ്ട്രീയമായിട്ട് സംസ്ഥാന സർക്കാരും CPIയും അതിനെതിർക്കുന്നവരും പറയുന്ന ഒരു കാരണം, ഇത് വളഞ്ഞ വഴിയിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കുന്നതാണ്. ഇപ്പൊ 5 സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, ഡൽഹി. അല്ല, അപ്പോഴൊരു ചോദ്യമുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഇക്കാര്യം അറിയാത്തതുകൊണ്ടല്ലോ എല്ലാ കാര്യത്തിലും ഈ കാവ്യവൽക്കരണവും ഹിന്ദുത്വവൽക്കരണവും പറയുന്നവരാണ്. പക്ഷേ നമ്മുടെ മന്ത്രി പറയുന്ന ഒരു പോയിന്റ്, നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെടുന്ന പണം എന്തുകൊണ്ട് നമ്മൾ അത് ഈ 2 കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. കാരണം ഈ പദ്ധതി മുഖേന ലഭിക്കുന്ന പണം ആണ് ഒരു കാര്യം. അത് സ്വാഭാവികമായിട്ടും നമുക്ക് 251 സ്കൂളുകൾക്ക് അവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഒക്കെയുള്ള പണം ലഭിക്കും. ഒന്ന്. രണ്ടാമത്തെ അദ്ദേഹത്തിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു വിഷയം, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലെ ധാരണാപത്രത്തിൽ ഒപ്പിടാതെ ഗ്രാന്റ് പിടിച്ചു വെച്ചു. അതായത് നിലവിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. സമഗ്ര ശിക്ഷ കേരള എന്ന കീഴിൽ നടപ്പാക്കുന്ന ഈ SSA സർവശിക്ഷ അഭിയാൻ ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയും കുടിശ്ശിക തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് 1466 അല്ല, അവിടെ ചോദിക്കുന്നത് തമിഴ്നാടൊക്കെ നടത്തിയ പോലെ ഒരു നിയമ പോരാട്ടമായിട്ട് കേരളത്തിന് മുന്നോട്ട് പോയാൽ മതിയല്ലോ. അതെ, അതിന് വീണ്ടും സമയമെടുക്കുമെന്നും കാലതാമസം ഉണ്ടാകുമെന്നും പണം ഇപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒരു സാമ്പത്തിക ഞെരുക്കം നമുക്കറിയാമല്ലോ. അപ്പൊ മന്ത്രി V ശിവൻകുട്ടി പ്രായോഗികമായി ഇത് നടപ്പാക്കി സംസ്ഥാനത്തിന് കിട്ടേണ്ട പണം ലഭ്യമാക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ. കാരണം ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ സംസ്ഥാന സർക്കാരിന് ധാരാളം ഇക്കാര്യത്തിൽ പണം ചെലവാക്കുന്നുണ്ട്. ഇപ്പോൾ സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതി, സൗജന്യമായിട്ട് ഇത് നൽകുന്നു. എന്താണ് പാഠപുസ്തകങ്ങൾ നൽകുന്നു. ഗ്രാൻറ്റുകളുണ്ട് വിധമായി. ഇപ്പോൾ ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഗ്രാൻറ്റ്, വിദ്യാർത്ഥികൾ, ഇങ്ങനെയുള്ള ഗ്രാൻറ്റുകൾക്കെല്ലാം ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പണം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കുടിശ്ശിക ആയതുകൊണ്ട് ഇതെല്ലാം സംസ്ഥാനം തന്നെയാണ് ഇപ്പോൾ വഹിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ വകുപ്പിന് അതിൻ്റെ ഒരു സമ്മർദ്ദം വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പലയിടത്തും ഇപ്പോൾ SSAക്കകത്തൊക്കെ തന്നെ ശമ്പളം മുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ പദ്ധതിയിൽ ചേർന്നുകൊണ്ട് തന്നെ മറ്റ് ഫണ്ടുകൾ, നമുക്ക് കിട്ടാനുള്ള ഫണ്ടുകൾ വാങ്ങിയെടുക്കുക എന്നതാണ് മന്ത്രി ശിവൻകുട്ടിയുടെ മുന്നിലുള്ള ഒരു. അവിടെയാണ് CPI പക്ഷേ അവരുടെ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുവോ എന്നുള്ള CPIയുടെ ചോദ്യം ഉയരുകയും ചെയ്യും. ഇപ്പോൾ LDF ഇന്നലെ TP രാമകൃഷ്ണൻ പറഞ്ഞത് ഇത് കിട്ടേണ്ടുന്ന പണം വാങ്ങിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്നാണ് കൺവീനർ പറഞ്ഞൊരു കാര്യം. അപ്പോൾ LDFലേക്ക് വിഷയം വരുമ്പോൾ എങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിരിക്കും സാധ്യത? ഇപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണോട് വരുമ്പോൾ അല്ല, ഈ CPIയെ തൃപ്തിപ്പെടുത്താനും അവരുടെ പ്രശ്നം പരിഹരിക്കാനും ഇനി LDF ചേർന്ന് അതിലൊരു ധാരണയിലെത്തുക എന്നുള്ളതേ ഉള്ളൂ. CPIന്റെ നിലവിൽ ഇപ്പോൾ CPIക്കുള്ള ശക്തിയൊക്കെ അനുസരിച്ച് ആ തരത്തിൽ CPI തൃപ്തിപ്പെടുത്തുമോ, എങ്ങനെയായിരിക്കും? അല്ല, ഇത് സ്വാഭാവികമായിട്ടും ഇത് കേന്ദ്ര സർക്കാരുമായിട്ട് ഈ ധാരണാപത്രത്തിൽ ഒപ്പിടാതെ ഇത് എന്തായാലും കുടിശ്ശിക അടക്കം ഈ പണം ലഭിക്കില്ല. ഈ പദ്ധതിയിലോട്ട് ചേരാനും കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചേരുമ്പോൾ അവർ പറയുന്ന നിബന്ധനകൾ അംഗീകരിക്കേണ്ടി വരും. അല്ലാതെ പ്രായോഗികമായിട്ട് മറ്റൊരു മാർഗ്ഗമില്ല. ഇപ്പോൾ PM ശ്രീ സ്കൂൾ എന്നാണ് ഈ പദ്ധതിയുടെ തന്നെ പേര്. PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ്. അപ്പോൾ അവിടെ ഇപ്പം തന്നെ കേരളത്തിലെ കേന്ദ്രീയ വിദ്യാലയങ്ങളും ജവഹർ നവോദയ വിദ്യാലയങ്ങളും ഈ പദ്ധതിയുടെ കീഴിലായി കഴിഞ്ഞു. നവോദയ വിദ്യാലയങ്ങൾ പേര് മാറിക്കഴിഞ്ഞു. PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ എന്നാണ് ഇപ്പൊ തന്നെ പേര്. അതുപോലെ ഈ സ്കൂളിന്റെ പേരും PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ എന്ന് മാത്രമല്ല, ഇപ്പൊ നവോദയ വിദ്യാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ പ്രധാനമന്ത്രിയുടെ കട്ടൗട്ട് വെച്ചിട്ട് PM ശ്രീ സെൽഫി സെന്റർ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ചില റെയിൽവേ സ്റ്റേഷനിലൊക്കെ പണ്ട് വെച്ചതുപോലെ. അപ്പൊ നാളെ
ഈ സ്കൂളുകളൊക്കെ ഇപ്പോൾ തന്നെ PM ശ്രീ സ്കൂളും പക്ഷേ പ്രധാനമന്ത്രിയുടെ പടവും മോദിന്റെ പേരൊന്നും അവിടെ ഇല്ല അല്ലെ? അല്ല ഞാൻ പറഞ്ഞത് സെൽഫി സെന്റർ എന്തായാലും സ്വാഭാവികമായിട്ട് പണം കാണുമല്ലോ. ഇപ്പൊ കേന്ദ്രീയ വിദ്യാലയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു ദിവസം ഇതുപോലെ സെൽഫി സെന്ററായിട്ട് പ്രവർത്തിച്ചു. ഇപ്പോഴത് പല സ്കൂളുകളിൽ ഇരിപ്പുണ്ട്. കുട്ടികൾക്ക് അവിടെ പോയി പ്രധാനമന്ത്രിയുടെ പടത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാം. ഇതൊക്കെ നാളെ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ മുന്നിൽ നിന്ന് പടമെടുക്കുന്നതാണോ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത്? അതോ ഭരണാധികാരികളെ എതിർക്കാനാണോ അല്ലെങ്കിൽ ഭരണത്തെ വിലയിരുത്താനാണോ? ഒക്കെ അത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് വിദ്യാഭ്യാസം എന്നതിനൊക്കെ സംബന്ധിച്ചുള്ള ഇതെങ്ങനെ അവസാനിക്കും എന്നുള്ള കാര്യം LDF തീരുമാനിച്ചു ചേർന്ന് അവർ തീരുമാനിച്ചാലേ നടക്കുള്ളൂ. ഇത് LDF ഇതിലൊരു എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രതിസന്ധി, അതായത് ഇവരുടെ ഈ ആശയക്കുഴപ്പവും ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇനിയിപ്പോ LDF ചേർന്ന് ഒരു ധാരണയിലെത്തുക എന്നുള്ളത്. വേറെ കാര്യമുണ്ട്. ഇപ്പോ ഈ അല്ലെങ്കിൽ ആ പണം വേണം. പഴയ NHM അല്ലെങ്കിൽ NRHM എന്നൊക്കെ പറയുന്ന ഹെൽത്ത് റൂറൽ മിഷൻ ഉണ്ടായിരുന്നല്ലോ ആരോഗ്യ മേഖലയിലെ, അത് ഇതേപോലെ കേന്ദ്ര പദ്ധതിയാണ്. അതിനകത്ത് അവസാനം ഇപ്പോൾ നോക്കിയറിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന കേന്ദ്ര പദ്ധതിയുടെ പേര് അടിച്ചു കഴിഞ്ഞു. എനിക്കിതിൽ വളരെ പ്രധാനമായിട്ട് മറ്റൊന്ന് തോന്നുന്നത് വിദ്യാർത്ഥി സംഘടനകൾ ഇതിൽ, അതായത് SFI ഒക്കെ മുൻപെടുത്തിരുന്ന നിലപാട് ഇപ്പോൾ ASF മാത്രമാണ് ഇതിലൊരു നിലപാടെടുത്ത് ശക്തമായി പ്രതിഷേധം ഉന്നയിക്കുന്നത്. ABVP വിജയമാണെന്ന് ഇപ്പുറത്ത് സുരേന്ദ്രനൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അവിടെ അന്ന് അവസാനം ആ ചർച്ച നടന്ന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ആ സമയത്ത് വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്നു. അന്ന് ഓർമ്മയുണ്ടാവും, അത് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു ABVPയുടെ ഭാഗത്തുനിന്ന്. ആ സമയത്താണ് ചർച്ച വിളിച്ചത്. അന്ന് ഈ ചർച്ച നടന്നെങ്കിലും പക്ഷേ അതിലൊരു ശാശ്വതമായ പരിഹാരമായില്ല. ABVP അന്ന് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തു. അതാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ എന്തായാലും ഇത് ഇനി LDFന്റെ മുന്നിലേക്ക് വരികയാണ്. LDF ആണ് ഇതിൽ നയപരമായിട്ടുള്ള തീരുമാനം ഉൾപ്പെടെ എടുക്കേണ്ടത്. PM ശ്രീ നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. മുഖ്യമന്ത്രി അതിന് സമ്മതമാണ് കൊടുത്ത് LDFൽ സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രതികരണം. എന്ത് സംഭവിക്കുന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ടി വരും.